ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത്. കൊറിയൻ ചിക്കൻ, കൊറിയൻ വിങ്സ് എന്നോ കൊറിയൻ ഡ്രം സ്റ്റിക്ക് എന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞങ്ങൾ വ്ളോഗ്സ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ മതിയാവും. കഫേയിലൊക്കെ പോയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുത്താലോ? ആവശ്യത്തിന് ഉപ്പ്, ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിലേക്കുള്ള എത്ര ചിക്കൻ ക്വാണ്ടിറ്റി ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഓരോന്നും നിങ്ങൾ കൂട്ടി കുറയ്ക്ക് ചെയ്യണം. പിന്നെ കുരുമുളക് പൊടി, കോൺഫ്ലവർ, പിന്നെ കുറച്ച് ചോപ്ഡ് ഗാർലിക്, ഒരു 3-2 അല്ലി ചോപ്ഡ് ഗാർലിക്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിലും അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട്, പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സുർക്കാണ്. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് സംഭവം വേണ്ടത്, കൺസിസ്റ്റൻസി. അപ്പം അതൊക്കെ കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാറ്റർ നല്ല ലൂസായിട്ട് വേണം. അപ്പം അതിലേക്ക് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ലൂസാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് 10 to 15 മിനിറ്റ്സ് മാക്സിമം വെക്കുക. എത്ര കൂടുതൽ വെക്കണോ അത്രയും നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല മിക്സ് ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യണമായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ ഫോർക്ക് വെച്ച് നല്ല കുത്തി കൊടുത്തിട്ട് ഫ്രിഡ്ജിലൊരു 10 to 15 മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നോർമൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ അതൊന്നും യൂസ് ചെയ്യണ്ട. പിന്നെ അതിൻ്റെ ടേസ്റ്റാണ് ഡോമിനേറ്റ് ചെയ്തെടുക്കുക. അപ്പം നോർമൽ ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ ഓയിൽ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ഓയിൽ നല്ല തിരിച്ചും മറിച്ചും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ കുക്കായി റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാനിലേക്ക് വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിലേക്ക് ചോപ്ഡ് ഗാർലിക്കും അതേമാതിരി കുറച്ച് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഓനിയൻസും ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ഡ്രൈ ആക്കി വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്നതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോ സോസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും, ഇത് രണ്ടും ഒരു ചിക്കൻ്റെ അളവിനനുസരിച്ച് എങ്ങനെയാണോ നമ്മൾ ചിക്കൻ എത്ര ക്വാണ്ടിറ്റിയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യണേ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പം സോസിലൊക്കെ ഉപ്പുണ്ടല്ലോ, അപ്പം ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കുക. അപ്പം ഞാൻ നേരത്തെ ഓൾറെഡി വേറൊരു പാത്രത്തിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത സെയിം ബൗളിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതാണ്. ഒരു കുറച്ച് നമ്മളെ ക്വാണ്ടിറ്റീനനുസരിച്ചിട്ട് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കട്ടി ആവുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ മധുരം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. പിന്നെ ഉപ്പ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വേറെ ആഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സുർക്ക. കുറച്ച് ഒരു ടീസ്പൂൺ സുർക്ക ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ കൊറിയൻ ചിക്കൻ ഇവിടെ റെഡിയായി. കൊറിയൻ വിങ്സ് എന്ത് വേണമെങ്കിലും വിളിക്കുക. നമുക്കത് നല്ല ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യും. പിന്നെ എല്ലാ കാര്യം കൂട്ടുക കുറയ്ക്കുക അതൊക്കെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 പീസ് എടുത്ത് കുറച്ച് ഗ്രാം ചിക്കനേ ഉള്ളൂ. ഞാൻ വിങ്സും പിന്നെ ലെഗ് പീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. എല്ലുള്ള പീസ് അതാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഒന്ന് ചെറിയ ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കാര്യങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ നല്ല വീഡിയോസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.